ചുമ്മാ ലുലുവിലോട്ടൊന്ന് ഇറങ്ങിയതാണേ. നമ്മുടെ കാശി ഋഷിയെ കൊണ്ടൊന്ന് ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് കയറി. ശരിക്കും ലുലുവിലോട്ട് വന്നതല്ല, കഴക്കൂട്ടം വരെ പോകുന്ന വഴിക്ക് ലുലുവിൽ കയറിയതാണ്. പിന്നെ ഒരാളെ കാണാനും കൂടെ ഉണ്ട്. അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരെ കാണാൻ വന്നതെന്ന്. ഇത് തിരുവനന്തപുരം ലുലുവാണേ. ഈ ലുലുവിൽ വരുന്ന പലരും ഈ ഭാഗമൊന്നും ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇത് ഏറ്റവും ടോപ്പിലാണ്. ഈ കാണുന്ന സ്ഥലത്തൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഞാനിപ്പോഴാണ് കാണുന്നത് കേട്ടോ, ഇന്നാണ് കാണുന്നത്. നമ്മുടെ എന്തെങ്കിലും ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെമ്മറബിളായിട്ട് അത് ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെ എന്തിനാണെങ്കിലും ഈ റേറ്റൊക്കെ ഉണ്ടല്ലേ. ഈ ഒരു ഏറ്റവും ടോപ്പിലാണ്. ഞാൻ ഇന്നാണ് ശരിക്കും ഇത് കാണുന്നത്. അപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വീഡിയോ എടുത്തു എന്നുള്ളേ ഉള്ളൂ. എന്തെങ്കിലും ഗിഫ്റ്റ്, ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാം. റഷ്യൻ കാശ് നല്ല ഹാപ്പി ആട്ടോ. ശരിക്കും നമ്മൾ ഈ ഒരു 4 സെൻറ്റിലൊരു ചെറിയ വീടാണ്. അപ്പോൾ ഈ ചുറ്റിനും സ്ഥലമൊന്നുമില്ല ഓടിക്കളിക്കാനൊന്നും. ഇവിടെ കിട്ടിയപ്പോൾ ഇത്രയും സ്ഥലം, ഇത്രയും ആൾക്കാർ, അങ്ങനെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു രീതി അറിയാമല്ലോ. ഒരു ചെറിയ വീട്, നമ്മുടെ കുടുംബം അങ്ങനെയേ ഉള്ളൂ. പണ്ടത്തെ പോലെ ഒന്നുമില്ല. ഗ്രൗണ്ട് അങ്ങനെ ഒരു യാത്ര, അങ്ങനെയുള്ള ശീലങ്ങളൊന്നുമില്ല ഇപ്പോൾ പിള്ളേർക്കെന്ന് പറഞ്ഞാൽ വീടായി, വീട്ടുകാരായി. ഇന്നവിടെ നിറയെ സ്കൂൾ കുട്ടികളായിരുന്നു. അവരെന്തോ ടൂർ വന്നതാണ്. ഈ സ്കൂൾ കുട്ടികളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു കുട്ടിയുണ്ട്. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ ആളെ കാണാം. അവിടെ പ്രായമൊന്നൊരു വിഷയമല്ല കേട്ടോ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവരും വന്നവരെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ റൈഡിലും കയറുന്നുണ്ടായിരുന്നു. നല്ല നല്ല കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉള്ള റൈഡുകളുണ്ട് അവിടെ. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം. നമ്മൾ ഫാമിലി ആയിട്ട് വരുന്നതിനെക്കാട്ടിലും കുട്ടികൾ അവർ ഒരുമിച്ച് വരുമ്പോൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവരുടെ മുഖത്തെ ഹാപ്പിനെസ്, അവരുടെ കൂട്ടുകാർ കളിക്കുമ്പോഴുള്ള സന്തോഷം, അങ്ങനെ വേറൊരു ഫീലാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഞാൻ ആദ്യമേ ഒരാളെ കണ്ട കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഒരു സെലിബ്രിറ്റി, മലയാളികൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരാൾ. അത് ഇപ്പോൾ ആളെത്തും. ആളെ ഇപ്പം നമ്മൾ കാണാനായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ്. കാണുമ്പോൾ ആളെ ശരിക്കും മനസ്സിലാവും. എന്നെ കാണുമ്പോൾ ആളുടെ റിയാക്ഷനും കൂടെ നോക്കിക്കൊണ്ടേ. നമ്മുടെ മിമോസ്, കാശിയുടെ ഋഷിയുടെയും ചേച്ചി കേട്ടോ. പക്ഷിയൊക്കെ കൂട്ടിൽ നിന്നൊക്കെ പുറത്തിറക്കി വിടും, നമ്മൾ തത്തയൊക്കെ അടച്ചിട്ടിട്ട്. അതേപോലെ ഋഷി തുറന്നു വിട്ടപ്പോഴത്തേക്ക് നോക്കി പിടിവിട്ട് ഒരു ഓട്ടോ എങ്ങോട്ട് പോകുന്നെന്ന് ആർക്കും ഒരു പിടിയും കിട്ടില്ല. അവനങ്ങനെ സ്വതന്ത്രനായിട്ട് എങ്ങനെ നടക്കുക. അതെ, കണ്ടത് ഇപ്പോൾ ഒരു അതിശയപ്പെട്ട് നോക്കുന്ന നോക്കി റൈഡ് കണ്ടിട്ട് കേട്ടോ. അവൻ ചേട്ടനെ വിളിച്ച് കാണിച്ചു. ചേട്ടൻ അവിടെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അത് കണ്ടു നോക്ക്. അടുത്തവരാ, അതിൻ്റെ നോട്ടമാണ്. സന്തോഷമുണ്ട്, കൂട്ടുകാരല്ലേ മേളിൽ. നോക്കിയേ, ഋഷി നോക്കി ഒരു രക്ഷയില്ല. അവൻ്റെ ലോകം.
അവനല്ലാതെ ആരും മൈൻഡ് ചെയ്യുന്നുമില്ല. നടക്കുന്നതൊക്കെ ഒരു രസമാണ്. ഇപ്പം ഇടിക്കുമെന്നൊക്കെ തോന്നും. മൊത്തത്തിൽ പേടിച്ചവനെ വിടണേ. പിന്നെ നടക്കുന്നതൊന്നും നേരെ അങ്ങനെ ആയില്ലല്ലോ, അങ്ങനെ നടക്കാനൊന്നും. ഹാപ്പി, അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്നലെ. കാശി അതുവരെ മടിച്ചൊക്കെ തന്നെയാണ്. യവും പിന്നെ ഓടുന്നത് കണ്ടപ്പോൾ പിന്നെ കാശിക്ക് ഇൻട്രസ്റ്റ് ആയി. പിന്നെ അനിയനും ചേട്ടനും കൂടെ ആയി. ഒന്നും നോക്കണ്ടല്ലോ. ഇങ്ങനെ ചെറിയ ടൂറൊക്കെ വന്ന പിള്ളേരെ വിടണം കേട്ടോ. ശരിക്കും അവരുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ നമുക്ക് അത് എത്രത്തോളം അവർ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. നമ്മളല്ലാതെ പറഞ്ഞാൽ മനസ്സിലായില്ല അത് അവരുടെ സന്തോഷം. കാശിക്ക് എന്തോ വിഷമമുണ്ട്. റൈഡിലേക്ക് കയറണമെന്ന് വെച്ചാൽ വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പം വേണ്ട, പിന്നെ മതി. റൈഡിലൊന്നും കയറിയില്ലെങ്കിൽ ചുമ്മാ കറങ്ങി നടക്കാൻ രസമാണ് കേട്ടോ. ഇത് നല്ല കളർഫുള്ളാണ്. പക്ഷെ അങ്ങനെ അങ്ങ് എൻജോയ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഒറ്റയ്ക്ക് ആ ഒരു ഫ്രീഡം കിട്ടിയതിൻ്റെ ഒരു ഇതിലാണ് അവൻ്റെ കറക്കമൊക്കെ. എല്ലാവരുമായിട്ട് കമ്പനിയൊക്കെ, എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് ഫ്ലൈങ് കിസ്സൊക്കെ കൊടുത്ത് അവന് അങ്ങനെ പറന്ന് നടക്കണം. അവനാരും നമ്മൾ ദേഹത്ത് തൊടാൻ പാടില്ല, പിടിച്ച് നിർത്താൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് റഷ്യയുടെ രീതികൾ. ഒരു പേടിയില്ല കേട്ടോ. ഇത് നോക്കി ഇത്ര ഹൈറ്റിലാണ് നിൽക്കണേ. അവന് അതൊന്നൊരു വിഷയമല്ല. എനിക്കാണെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ ഇത്രയും താഴ്ചയൊക്കെയുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്ക് കൈയും കാലുമൊക്കെ വിറയ്ക്കും. ഇനി അവനത് അറിയാനുള്ള പ്രായമാകാത്തതുകൊണ്ടാണോ എന്നറിയില്ല. അവനൊന്നും വലിയ സീരിയസ് ഒന്നും അല്ലായിരുന്നു. അവൻ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നോക്കി അവൻ കൂളാ, അതൊന്നൊരു വിഷയമല്ല. ഹൈറ്റ് അതൊക്കെ ആര് നോക്കുന്നു, അങ്ങനെയാണ്. റഷ്യ കയ്യിലെടുക്കേണ്ടി വന്നു. ഒരു രക്ഷയില്ല. അവൻ കറങ്ങി നടക്കുക. അവൻ നമ്മൾ ദേഹത്തോടാൻ പാടില്ല. പാവ കേട്ടോ. കാശിക്ക് ഭയങ്കര സങ്കടമാണ്. എന്ത് ചെയ്താലും സങ്കടം. എന്ത് പറ്റിയെന്നറിയില്ല. ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു അവനെ. ചിരിച്ച് കളിച്ചിരുന്നാലും അവൻ്റെ എന്തോ ഒരു സൈഡിൽ നേരത്തെ കണ്ടില്ലേ, നേരത്തെ ഒരു വീഡിയോയിൽ ചുമ്മാ ചെറിയ കാര്യങ്ങൾക്കൊക്കെയാണ് ഈ കരയുന്നത്. വലിയ മാറ്ററൊന്നും വേണ്ട. ലുലു ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. മൊത്തത്തിലൊരു റെഡ് മയമാണ്.
പിന്നെ ഈ മൊത്തത്തിൽ കുട്ടികളുടെ ഡ്രസ്സുകളാണെങ്കിലും വലിയവരുടേതാണെങ്കിലും പിന്നെ അലങ്കരിക്കാനുള്ള സാധനങ്ങൾ, അങ്ങനെ മൊത്തത്തിൽ ലുലു ഇപ്പോൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. കാശി സങ്കടം ഭാവം. മറ്റവനതൊന്നും അറിയണ്ട, മറ്റവന് ആ കാര്യമൊന്നുമില്ല. അവന് ചുമ്മാ കറങ്ങി നടക്കണം. ഇപ്പോൾ ഇറക്കി വിട്ടാൽ ഓടണം, അതൊക്കെ ഉള്ളൂ. അങ്ങനെ റഷ്യ പൊക്കി നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലെത്തിയിട്ടുണ്ട്. ഇതിലിരിക്കത്തൊന്നുമില്ല. ഇത് ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അടിപൊളിയാണ്. എല്ലാം ഈ അലങ്കരിക്കുന്ന സാധനങ്ങളും അങ്ങനെ ഒരു ഇതായിട്ടുണ്ട്. റഷ്യക്ക് അതിലൊരു മ്യൂസിക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കേട്ടിട്ടായി ഡാൻസ് കളിക്കുന്നത്. എല്ലാവരും കൂടെ നിന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് രസമാണ്, അടിപൊളിയായിട്ടുണ്ട് മൊത്തത്തിൽ. എൻ്റെ അനിയനും ചേട്ടനും കൂടെ, അതിലൊരു കുട്ടിയെ ഇരുത്തുള്ളൂ. മറ്റേ ഒരാൾ കയറുമ്പോൾ ഒരാൾ തറയിൽ നിൽക്കില്ല, അതുകൊണ്ട് രണ്ടുപേരും കൂടെ കയറ്റിയെന്നുള്ളതേ ഉള്ളൂ. നമ്മളൊരു മീൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയായിരുന്നേ. അപ്പോൾ ഈ രോഹ് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഫ്രൈ ചെയ്തൊക്കെ എടുക്കാൻ നല്ല രസമാണ്. അതിൻ്റെ മീറ്റുമൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ട്. ഫുൾ ആൾക്കാരാണ് മൊത്തത്തിൽ. ക്രിസ്മസ് ആൾക്കാർ ഏറ്റെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത് മീനുകളിരിക്കുന്നുണ്ട്, എല്ലാതരം മീനുകളുണ്ട്. മീൻ എല്ലാം അത് പുരട്ടി വെച്ചിരിക്കുന്നുണ്ട്, മാർഗനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. അത് ഏറ്റവും കൂട്ടത്തിലെ ഏറ്റവും വില കൂടിയത് സാൽമൺ. ഇത് ക്രിസ്മസ് ഒരുക്കം നല്ല നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചൊക്കെ മൊത്തത്തിൽ സീറ്റ്സ്. അങ്ങനെ ഒരു ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള എല്ലാവർക്കും ഉള്ളത്. ഒരു വണ്ടി നിറയെ ക്രിസ്മസ് സാധനങ്ങളാട്ടോ. ഈ കണ്ടില്ലേ, കേക്ക്, വൈന്, അങ്ങനെ ഒരു മൊത്തത്തിലൊരു ക്രിസ്മസ് തുടക്കമായി. ലോറി സാധനങ്ങൾ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ലുലുവിൽ. അപ്പോൾ എല്ലാവരും പോയി കാണും.